ഹായ് ഹലോ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലുള്ളിലേക്ക് പോകട്ടോ. നിങ്ങൾ എന്നെ കാണുന്നുണ്ടാവും. ഇന്നൊരു ശനിയാഴ്ചയാണ്, മോൾക്ക് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ അവളുടെ ഒരു ദിവസത്തെ എങ്ങനെയാണ് അവളുടെ ഹെയർ പാക്കും ഫേസ് പാക്കും ഒക്കെ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സെയിം തന്നെ ഞാനും ചെയ്യും, പിന്നെ ബോറടിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ എൻ്റെ കൂടെ ഉൾപ്പെടുത്താത്തത്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാമല്ലോ, അത്രയ്ക്ക് ഷോക്കായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. മുടി എനിക്ക് അങ്ങനെ വളരില്ല, ഞാൻ മുടി ശ്രദ്ധിക്കാറുമില്ല. മോൾക്ക് നല്ലോണം ശ്രദ്ധിക്കും കേട്ടോ. എൻ്റെ കാര്യം എനിക്ക് ശ്വാസം മുട്ടുള്ളതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാറില്ല, അതാണ് എനിക്ക് അങ്ങനെ മുടിയുള്ളത്. മോളോട് കുനിയാൻ പറഞ്ഞാണ് കേട്ടോ എണ്ണ വെക്കുമ്പോൾ. അപ്പോൾ അവൾ ക്യാമറ നോക്കി എന്തൊക്കെയോ വർത്താനം പറയാണ്. ഹെയർ ഓയിലായിട്ടോ ഞാൻ സ്പ്രേ ബോട്ടിൽ വാങ്ങിയത്, പിന്നെ ഹെയർ ഓയിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ അതിലായിട്ടോ സുഖമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അതിൽ കുറച്ചാക്കി വെച്ചിട്ട് ആവശ്യമുള്ളതനുസരിച്ച് ആക്കി വെച്ചിട്ടാട്ടോ ഉപയോഗിക്കാറ്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഓയിലാണ് കേട്ടോ. വെളിച്ചെണ്ണ, കറ്റാർ വാഴ, കഞ്ഞെണ്ണ, പിന്നെ കറിവേപ്പില, ഉള്ളി, അങ്ങനെ കുറേ ഇലകളെല്ലാം കൂട്ടിയിട്ട് എന്നായിരുന്നു തുളസി ഇല, കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല, ആടലോടകം, അങ്ങനെ കുറേ ഇലകളെല്ലാം കൂടെ ആക്കിയിട്ട് എല്ലാം അരിഞ്ഞ് അതിലിട്ട് അത് വെന്ത വെളിച്ചെണ്ണയാണ് കേട്ടോ മൂക്ക് തേക്കാറ്. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണയും തേക്കും, അല്ലാണ്ട് ഇതും തേക്കും. നല്ലൊരു മുടിക്ക് നല്ല സ്ട്രെങ്ത്തും കട്ടിയും മുടി പൊഴിയാതിരിക്കാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇതെനിക്ക് നന്നായിട്ട് ഈ അടുത്ത് മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു. ഈ എണ്ണ തേച്ച പിന്നെ മുടി കൊഴിച്ചിലിന് നല്ല മാറ്റമുണ്ട് കേട്ടോ. മുടി കൊഴിയുന്ന മുടിയിൽ നമ്മൾ എന്ത് ഹെയർ പാക്ക് ഇട്ടിട്ടും കാര്യമില്ല. ഒന്നെങ്കിൽ അതിനെ ശരിയായ രീതിക്ക് ഒന്ന് ട്രീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ നമുക്ക് കുറവുള്ളതെന്ന് വെച്ചാൽ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഫുഡ് ഇന്നും എടുക്കണം, ഔട്ടും എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ കറിയിലൊക്കെ ഉള്ള കറിവേപ്പില ആരും വലിച്ചെറിയാൻ നിൽക്കരുത്. മാക്സിമം നിങ്ങൾക്ക് ആകുമെങ്കിൽ അത് ചമച്ചരിച്ച് തിന്നണം. ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്. നമ്മുടെ ശരീരത്തിനും ദഹനത്തിനും ഒക്കെ നല്ല കാര്യമാണ് കേട്ടോ. ഞാനിപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. കറിവേപ്പില ഞാൻ തിന്നാറുണ്ട്, കറിയിലൊക്കെ ഉള്ള കറിവേപ്പില തിന്നും. പിന്നെ വെളിച്ചെണ്ണയിൽ ഞാൻ കുറേ കറിവേപ്പില ഇടും കേട്ടോ. ഇപ്പം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് നല്ലോണം എണ്ണ വെച്ചിട്ട് ഒരു ഉലുവേൻ്റെ ഹെയർ പാക്ക് ഇടാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവൾ എന്തൊക്കെയോ ഫോൺ നോക്കിയിട്ട് വർത്താനവും പറയുന്നുണ്ട്. മൂക്ക് അത്യാവശ്യം നീളം കുറവാണെങ്കിലും നല്ല കട്ടിയുണ്ട് കേട്ടോ മുടിക്ക്. അവൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇങ്ങനെ എണ്ണ കാച്ചി ഉണ്ടാക്കിയെടുത്തുനിന്ന് വന്നതാണ് കേട്ടോ. അവൾക്കിപ്പോൾ ഒരു കൊല്ലമായിട്ടേ ഉള്ളൂ നമ്മൾ മുടി വളർത്താൻ തുടങ്ങിയിട്ട്. അതിന് മുന്നേ വരെ മുടി പെട്ടെന്ന് കട്ട് ചെയ്യലാണ് കേട്ടോ പതിവ്. വെച്ചാൽ മെയിൻ്റെനൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ ചെയ്യലാണ് കേട്ടോ. ഇപ്പോൾ ഒരു കൊല്ലമായിട്ടേ ഉള്ളൂ. നല്ല ഉള്ളുണ്ട്, കട്ടിയുണ്ട്, ഒരു ഷൈനിങ് ഒക്കെ ഉണ്ട് മുടിക്ക് തന്നെ. ഒക്കെ മുടി അങ്ങനെ ഒന്നും പൊഴിയാറില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് ഉള്ളത്. അത് പിന്നെ എണ്ണയൊക്കെ തലയിൽ നല്ലോണം തേക്കാൻ കേട്ടോ. എന്നോട് പറയുന്നുണ്ട് അമ്മ മസാജ് നല്ലോണം ചെയ്യുന്നെന്ന്. അത് ചെയ്യണം കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ വെച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ എന്ന് വെച്ചാൽ ഞാൻ മുഖത്തേക്ക് എന്തായാലും മഞ്ഞളും, ഇത് വേറെ ഒന്നുമല്ല കേട്ടോ, മഞ്ഞളും തൈരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് നിന്ന് തേച്ച് കൊടുക്കാൻ കേട്ടോ. കഴുത്തിൻ്റെ അവിടെയൊക്കെ മാല ഇട്ടിട്ട് കറുപ്പ് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ പോകേണ്ടിയിട്ടാണ് ഇത് തേച്ച് കൊടുക്കുന്നത്. കഴുത്തിൻ്റെ അവിടെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് ഉണ്ടാവും, ഒരു വ്യത്യാസം വരുന്ന പോലെ തോന്നി. നിങ്ങളോർക്ക് ഇത്രയും ചെറിയ കുട്ടിക്ക് ഇതൊക്കെ എന്തിനാണ് ചെയ്ത് കൊടുക്കുന്നതെന്ന്. എനിക്കിതൊന്നും ചെയ്തു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിതൊക്കെ ഒരാഗ്രഹം, എൻ്റെ കുട്ടിക്ക് ചെയ്യണമെന്ന്, എൻ്റെ മൂക്ക് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഇതൊക്കെ ചെയ്തതാണ് കേട്ടോ. അവൾക്ക് ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്തു തരാൻ. പിന്നെ അത് വെയിറ്റ് ചെയ്യാനുള്ള നേരം ഉണ്ടാവില്ല, പെട്ടെന്ന് കഴുകി കളയണം എന്നൊക്കെ പറയും. ഇപ്പോൾ ഇത്തിരി പിന്നെയും ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും തേച്ച് കൊടുത്താൽ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതേക്ക് ഞാൻ മഞ്ഞളും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട്, വേറെ ഒന്നും മിക്സ് ചെയ്തില്ല കേട്ടോ. അത് സൈഡ് എഫക്റ്റ് ഇല്ലല്ലോ, നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് ഞാൻ കസ്തൂരി മഞ്ഞളുടെ പൗഡറും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസ് ഫുള്ളും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് 20 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കഴുത്തിൻ്റെ ബാക്കിൽ, നിങ്ങൾ ഓർക്ക് മുടിയിലാണ് ഇവിടെ തേക്കുന്നത്, നല്ല കഴുത്തിൻ്റെ ബാക്കിൽ നല്ല കറുപ്പുണ്ട്. അതിൻ്റെ മേലെ തേച്ച് കൊടുത്താൽ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല, വേറൊരു ദിവസം മാറ്റം വന്നിട്ട് ഞാൻ കാണിക്കാം റിസൾട്ട് എങ്ങനെയാണെന്ന് നിങ്ങളെ. നല്ല കറുപ്പാണ് കേട്ടോ അവളുടെ കഴുത്ത്. അങ്ങനെയല്ല, ശരീരത്തിന് പറഞ്ഞാൽ കറുപ്പിന് നമ്മൾ സ്വതവേ ഒരു റോൾഡ് ഗോൾഡിൻ്റെ ഒക്കെ മാല ഇടുമ്പോൾ ഉണ്ടാവുമല്ലോ, അതുപോലെ ഒരു കറുപ്പാണ്. അതൊക്കെ എന്നോട് പറയുന്നത്, അമ്മ എൻ്റെ മൂക്കൊക്കെ വിടുമെന്ന് പറയുന്നുണ്ട്. കോമഡിയാണ് അമ്മയും മോളും. എല്ലാവരും ചോദിക്കാറുണ്ട്, ഇത് നിൻ്റെ മോള് തന്നെയാണോ എന്നത്. അവളെ മോള് അച്ഛനെ പോലെ അച്ഛമ്മേനെ പോലെയൊക്കെയാണ്, എന്നെ പോലെയല്ല. അതുകൊണ്ട് ആശ്വാസമുണ്ട് നമുക്ക്. പിന്നെ ഇത്തിരി നേരം ഇതൊരു 10 മിനിറ്റ് വെക്കാം. അതിന് ശേഷം
ഹെയർ പാക്ക് ഞാൻ എന്താണെന്ന് ഞാൻ കാണിച്ചിട്ടില്ല, മറന്നുപോയതാണ് കേട്ടോ, സോറി. അത് ഉലുവയും ഉള്ളിയും കറിവേപ്പിലയും പിന്നെ ചെമ്പരത്തീൻ്റെ പൂവുണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ മിക്സിയിൽ അടിച്ചിട്ട് അത് തലയോട്ടിയിൽ നല്ലതായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നല്ലൊരു ഹെയർ പാക്കാണ്. അത് വെച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കുളിപ്പിക്കാം. ചിലപ്പോൾ നീരിറക്കം ഉള്ളവർക്കൊക്കെയാണ് പാടുണ്ടാവും, അതുകൊണ്ട് അതൊന്നും ഇല്ലാണ്ട് വെക്കാൻ 10 മിനിറ്റ് കഴിയുമ്പോൾ കുളിക്കാം കേട്ടോ. സ്കാൽപ്പ് ഫുള്ളും ഓരോ വകുപ്പെടുത്താണ് കേട്ടോ തേക്കുന്നത്. ഓരോ ഭാഗത്തും തലയോട്ടിയിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഷാമ്പു ഇടേണ്ടവർക്ക് ഇടാം കേട്ടോ, ഞാൻ ഷാമ്പു ഉപയോഗിക്കുന്നില്ല. ചില ഷാമ്പു ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഉലുവയിൽ തന്നെ ഉലുവ നമ്മൾ ഇട്ട് തല കഴുകി കളയുമ്പോൾ തന്നെ നമ്മുടെ മുടി ഒന്ന് പാറിക്കിടക്കും. അപ്പോൾ ഷാമ്പുവും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ തീരെ എന്തോ ആയി കിടക്കും. അതുകൊണ്ടാണ് ഞാൻ ഷാമ്പു ഉപയോഗിക്കില്ല. നോർമൽ വെള്ളത്തിൽ നല്ലോണം സ്കാൽപ്പ് മസാജ് ചെയ്തിട്ട് കുളിപ്പിക്കലാണ് കേട്ടോ പതിവ്. ഇപ്പോൾ അത് തുടങ്ങിയിട്ട് ഒത്തിരി ഒന്നും ആയിട്ടില്ല, കുറച്ചായിട്ടേ ഉള്ളൂ. ഇനി ഇതെല്ലാ ആഴ്ചയിലും വീക്ക്ലി എല്ലാം വൺസ് ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഞാനും ചെയ്യും, മോക്കും ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ തുണിയൊക്കെ അലക്കി പണിയൊക്കെ കഴിഞ്ഞേരം ചെയ്യാമെന്ന് ഓർത്താണ് കേട്ടോ. എൻ്റെ മുടി നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത്രയേ ഉള്ളൂ. ഇനി റിസൾട്ട് വന്നിട്ട് ഞാൻ എത്ര വളർന്നു എങ്ങനെയുണ്ട് എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. എന്തായാലും ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യും, ഒരു മാസം കണ്ടിന്യൂ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അതൊരു ഞങ്ങൾ രണ്ടാളുടെയും ഹെയർ ഞാൻ ഡിഫറൻസ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഞങ്ങളെല്ലാവരെയും ഞാൻ കാണിക്കാം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാവണം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അമ്മേ എനിക്ക് മതിയമ്മേ, തണുക്കുന്നുണ്ട്, തലയ്ക്ക് തണുപ്പ് വരുന്നുണ്ട് അമ്മേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. നിങ്ങൾ പലർക്കും ഉണ്ടാവും ഈ ചെറിയ കുട്ടിക്ക് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഇത് ഞാൻ മുന്നേ പറഞ്ഞല്ലോ, എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് കിട്ടാത്തത് ഞാൻ എൻ്റെ മക്കൾക്ക് ചെയ്തു കൊടുക്കണം. അത് എന്തിലാണെങ്കിലും ബെസ്റ്റ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്.